ഇപ്പോഴും രാജഭരണമൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലം ഇടുക്കി ജില്ലയിലെ കോഴിമലയാണ്. ഇതിൽ സിംഹത്തിന്റെ ഉടലിൽ തേനീച്ച കൂട്ടത്തെ കണ്ട ഒരു ന്യായാധിപനുണ്ട്. അതാരാണ്? ഓപ്ഷൻ ഡി, ഷിംഷോൻ. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, powered by Good News Life. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്. ദൈവവുമായുള്ള ഉടമ്പടിയും. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. ബന്ധപ്പെടുക 9447372726 9400520909. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഇന്നത്തെ ഗുഡ് ന്യൂസ്, നാളത്തെ ചരിത്രം. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കേൾക്കുക, കാണുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Life. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം 7. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ആദ്യം ശരിയുത്തരം അയച്ചത് അക്സാഖി രാജു അഞ്ചൽ. ബൈബിൾ ബ്രെയിൻസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആരുമാകട്ടെ, ഏത് പ്രസ്ഥാനമോ ഏത് വിശ്വാസമോ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ ഉത്തരം നൽകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, വയസ്സ്, സ്ഥലം, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം അവയെല്ലാം രേഖപ്പെടുത്തി ഞങ്ങൾക്ക് അയക്കുക. നിങ്ങൾക്കും പങ്കെടുക്കാൻ ഇതാ സുവർണം. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Life. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വ്യാജത്തിന് അധികകാലം നിലനിൽപ്പില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം. എല്ലാ കാലത്തും വ്യാജം പറയുന്ന ആളുകൾ നിലനിൽക്കണമെന്നില്ല. എന്നാൽ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ, ദ അൾട്ടിമേറ്റ് ട്രൂത്ത്, അത് വിശുദ്ധ ബൈബിളാണ്, യേശു ക്രിസ്തുവാണ്. ആ സത്യം അറിയാനും ആ സത്യം പിന്തുടരാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊപ്പമുള്ള അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. എന്താണ് പേര്? എന്റെ പേര് ഷെറിൻ. ഷെറിൻ, എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങള് കോഴിമല എന്ന പ്രദേശത്ത് നിന്നാണ്. കോഴിമല, ഇടുക്കി ജില്ലയിലെ കോഴിമല. ഇപ്പോഴും രാജഭരണമൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലം ഇടുക്കി ജില്ലയിലെ കോഴിമലയാണ്. എവിടെ നിന്നാണ് കോഴിമലയിലേക്ക് വന്നത്? ആലുവയിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. ആലുവ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ തന്നെയാണ്. ആലുവയിലും സഭയുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു അതോ? സഭയും ഉണ്ടായിരുന്നു. ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ബൈബിൾ കോളേജ് അധ്യാപികയാണ്. അതെ. അപ്പം ഉത്തരം നല്ലവണ്ണം പറയാൻ സാധിക്കുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായിരുന്നു ബൈബിൾ കോളേജിലെ പ്രധാനപ്പെട്ട ടോപ്പിക്ക്? ഹിസ്റ്ററി ആയിരുന്നു. ബൈബിൾ ചർച്ച് ഹിസ്റ്ററി ആയിരുന്നു.
അപ്പൊ ചർച്ച് ഹിസ്റ്ററിയിലൂടെ മിഷൻ ഹിസ്റ്ററി തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും അതിനകത്ത് ഉൾപ്പെടുമെന്ന് ചിന്തിക്കുകയാണ്. അതെ. എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഉണ്ട്. കുടുംബം മറ്റു കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് പാസ്റ്ററാണ്. ഫാസ്റ്റാണ്. കുഞ്ഞുങ്ങൾ രണ്ടുപേരുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവര് 6ലും 7ലുമായിട്ട് പഠിക്കുക. 6ലും 7ലും പഠിക്കുന്നു. അപ്പം ഏതായാലും വളരെ കോൺഫിഡന്റ് ആയിട്ട് ഉത്തരം പറയാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ മത്സരത്തെ കുറിച്ച് അറിയാമല്ലോ. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. കൃത്യമായി 4 റൗണ്ടുകൾ. ഒന്നാമത്തെ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ. ആ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ 1000 രൂപയിൽ നമ്മൾ എത്തും. അതൊരു സേഫ് സോൺ ആണ്. അവിടെ നിന്നും അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ പഴയ നിയമമോ പുതിയ നിയമമോ ഒന്ന് തിരഞ്ഞെടുക്കാം. ആ 4 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 3000 രൂപയുടെ സേഫ് സോണിലെത്തും. 1000 രൂപ കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും മത്സരം അവസാനിപ്പിക്കാവുന്നതാണ്. ഒരു ഉത്തരത്തിൽ ഇപ്പോൾ ഒരു ആശങ്ക തോന്നുക, അപ്പൊ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല, അവിടെ മത്സരം അവസാനിപ്പിക്കാം. അതിനു മുൻപുള്ള തുക നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതിനുശേഷം മൂന്നാമത്തെ റൗണ്ടിൽ 3 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ മിഷണറി ചരിത്രം, അല്ലെങ്കിൽ ലോക മതങ്ങളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ, അല്ലെങ്കിൽ ക്രൈസ്തവ ഗാനത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും. ആ 3-ൽ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കാം. ആ 3 ചോദ്യത്തിന് ഉത്തരം കൃത്യമായി നൽകിയാൽ 6000 രൂപയുടെ ഒരു സേഫ് സോണിലെത്തും. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ 12ാമത്തെ ചോദ്യം ബമ്പർ ചോദ്യമാണ്. അതിന് ഉത്തരം പറയാൻ അറ്റംപ്റ്റ് ചെയ്യാം. ഇനി താല്പര്യമില്ലെങ്കിൽ ഈ 6000 രൂപയുമായി മടങ്ങിപ്പോകാം. അറ്റംപ്റ്റ് ചെയ്താൽ 3000 രൂപ എന്ന തുകയിലേക്ക് മടങ്ങി വരേണ്ടി വരും. കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുകയാണ്. അപ്പം മത്സരത്തിലേക്ക് പോകാം. ഇപ്പൊ ബൈബിൾ കോളേജ് ടീച്ചറൊക്കെ ആയതുകൊണ്ട് ചോദ്യങ്ങൾ വളരെ നന്നായി ഫേസ് ചെയ്യും എന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് പോകാം. ഒന്നാമത്തെ റൗണ്ടിലെ 1ാമത്തെ ചോദ്യം. സിംഹത്തിന്റെ ഉടലിൽ തേനീച്ച കൂട്ടത്തെ കണ്ടതാര്? ഓപ്ഷൻ എ ഗിദെയോൻ, ഓപ്ഷൻ ബി ദാവീദ്, ഓപ്ഷൻ സി ശൗൽ, ഓപ്ഷൻ ഡി ശിംശോൻ. ഇതിൽ സിംഹത്തിന്റെ ഉടലിൽ തേനീച്ച കൂട്ടത്തെ കണ്ട ഒരു ന്യായാധിപനുണ്ട്. അതാരാണ്? ഓപ്ഷൻ ഡി ശിംശോൻ. ഓപ്ഷൻ ഡി ശിംശോൻ. ഉത്തരം ഉറപ്പിക്കുകയാണ്. ന്യായാധിപന്മാരുടെ കാലത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും നമുക്ക് നല്ലവണ്ണം അപബോധമുണ്ട്. ഏതായാലും ദാവീദും ശൗലും ആ കാലത്തിലില്ല എന്ന് നമുക്കറിയാം. അവർക്ക് അങ്ങനെ ഒരു ചരിത്രമില്ല. പിന്നെ ന്യായാധിപന്മാരാണ്. അത് ഗിദെയോനും ശിംശോനുമാണ്. ഗിദെയോനും ശിംശോനും തമ്മിൽ സംശയമൊന്നുമില്ലല്ലോ. ഗിദെയോൻ എന്താണ് ചെയ്തത്? ഗിദെയോനെ സംബന്ധിച്ച് ഗോതമ്പും മുന്തിരിച്ചക്കും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. കുറച്ചുകൂടെ ചരിത്രമുള്ളത്, കുറച്ചുകൂടെ വിവരണമുള്ളത് ശിംശോനെ കുറിച്ചാണ്. അപ്പം മിക്കവാറും ശിംശോൻ തന്നെയാണ് ആ ഉത്തരം എന്ന് കരുതാവുന്നതാണ്. ഓപ്ഷൻ ഡി ശിംശോൻ ഉത്തരം ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി ശിംശോൻ. ഉറപ്പിച്ചു? ശിംശോനാണെന്നോ ഉറപ്പാണ്? അപ്പൊ നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ഡി ശിംശോൻ ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ഡി ശിംശോൻ ഉത്തരം ശരിയാണ്. 500 രൂപ സമ്മാനമായി ആദ്യത്തെ ചോദ്യത്തിന് ലഭിക്കുന്നുണ്ട്. ഇനി പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3 സൂചനകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഏത് സൂചനയിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നോ അത്രയും വേഗത്തിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഉത്തരം സമർപ്പിക്കുക. കമന്റിൽ ഉത്തരം സമർപ്പിച്ചാൽ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുകയില്ല. കമന്റിൽ ഉത്തരം സമർപ്പിക്കുന്നതിൽ തെറ്റില്ല, നിങ്ങൾക്ക് സമർപ്പിക്കാം. പക്ഷേ ഉത്തരം കൃത്യമായി സമർപ്പിക്കേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്കായുള്ള ചോദ്യത്തിലേക്ക് ഉത്തരത്തിലേക്ക് നയിക്കുന്ന 1ാമത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ആദ്യ സൂചന. യോഹന്നാൻ അപ്പോസ്തലന്റെ ഒരു പുസ്തകത്തിലൂടെയാണ് ഞങ്ങളെ നിങ്ങൾക്ക് പരിചയം. ഞങ്ങളുടെ നല്ല വശങ്ങളും ഏതൊക്കെ കാര്യങ്ങളിലാണ് ഞങ്ങൾ ക്രമീകരണം വരുത്തേണ്ടതെന്നും അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. നമുക്ക് മത്സരത്തിൽ തുടരാം. 1ാമത്തെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ടെൻഷൻ ഒന്ന് റിലീവ് ആയിട്ടുണ്ടോ? കുറച്ചൊക്കെ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. 1ാമത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം. ചൂള പോലെ കത്തുന്ന ദിവസത്തെ കുറിച്ചുള്ള പ്രവചനം ആരുടെയാണ്? ഓപ്ഷൻ എ മോശയുടെ, ഓപ്ഷൻ ബി ഏലിയാവിന്റെ, ഓപ്ഷൻ സി മലാഖിയുടെ, ഓപ്ഷൻ ഡി യെശയ്യാവിന്റെ. ഇവരിൽ ആരാണ് ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും, എല്ലാ അഹങ്കാരികളും താളടിയാകും എന്ന് വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദഹിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രവാചകൻ ആരാണ്? ഓപ്ഷൻ സി മലാഖി. ഓപ്ഷൻ സി മലാഖി. ഉത്തരം ഉറപ്പിക്കാം? സംശയം ഒന്നും തന്നെ ഇല്ല. ഓപ്ഷൻ സി മലാഖി ഉത്തരം ഉറപ്പിക്കുകയാണ്.
ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഈ സമകാലിക പഠനങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഗ്ലോബൽ വാർമിങ്, ആഗോളതാപനം, ഇപ്പം ആളുകളൊക്കെ പ്രസംഗിക്കാറുണ്ട് ഓസോൺ പാളിയിലെ വിള്ളലടക്കം കഴിഞ്ഞ കാലത്തേക്കാൾ അധികം ചൂട് കൂടുതലുള്ള സമയങ്ങളാണ്. ഏതായാലും ഇനി ഭൂമി വെള്ളം കൊണ്ട് നശിക്കില്ല എന്ന് നോഹയുടെ കാലത്ത് ദൈവം ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സാധ്യത ബൈബിൾ പറയുന്നതും ഈ ഭൂമിയെ തീക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് മിക്കവാറും ഈ ആഗോളതാപനം കൂടി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയിരിക്കാം ചൂള പോലെ കത്തുന്ന ദിവസത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി മലാഖി. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ സി മലാഖി ഉത്തരം വളരെ ശരിയാണ്. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് 500-ൽ നിന്ന് 600-ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അടുത്തത് ഈ റൗണ്ടിലെ 3-ാമത്തെ ചോദ്യത്തിലേക്ക്. കഷ്ടതയിൽ കാണിക്കേണ്ടത് എന്താണ്? ഓപ്ഷൻ എ സഹിഷ്ണുത, ഓപ്ഷൻ ബി കൂട്ടായ്മ, ഓപ്ഷൻ സി ഐക്യം, ഓപ്ഷൻ ഡി സ്നേഹം. കഷ്ടതയിൽ എന്ത് കാണിക്കാനാണ് വചനം പറഞ്ഞിരിക്കുന്നത്? സഹിഷ്ണുതയാണ്. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, കഷ്ടതയിൽ കൂട്ടായ്മ കാണിപ്പിൻ, കഷ്ടതയിൽ ഐക്യം കാണിപ്പിൻ, കഷ്ടതയിൽ സ്നേഹം കാണിപ്പിൻ. ഇതില് എന്താണ് വചനം പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ ബി കൂട്ടായ്മ കാണിക്കും. കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കിൻ. ഉറപ്പിക്കുകയാണ്, ആലോചിക്കാവുന്നതാണ്. കഷ്ടത എന്ത് റിസൾട്ടാണ് നമുക്ക് തരുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഉത്തരത്തെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. കഷ്ടത കൊണ്ടുവരുന്ന റിസൾട്ട് എന്താണ്? റിസൾട്ടിനെ കുറിച്ചല്ല, അല്ല, കഷ്ടതയിൽ കാണിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയും വചനം പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യം ശ്രദ്ധിക്കുക, ആ റിസൾട്ട് സംബന്ധിച്ച് ശ്രദ്ധിക്കുക. ഉത്തരത്തിലേക്ക് നയിക്കാനൊന്ന് സഹായിക്കുകയാണ്, ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ സഹിഷ്ണുത. ഓപ്ഷൻ എ സഹിഷ്ണുത. ഓപ്ഷൻ എ സഹിഷ്ണുത ഉത്തരം നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോ കഷ്ടത സിദ്ധത, സഹിഷ്ണുത പ്രത്യാശ ഉളവാക്കുന്നു. കഷ്ടതയിൽ കൂട്ടായ്മ കാണിപ്പാനും വചനം പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. സ്നേഹം കഷ്ടതയിൽ ഐക്യം, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. എങ്കിലും ആ വചനം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. കഷ്ടതയിൽ സഹിഷ്ണുത ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ എ ആണ് ഉത്തരമായി പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ സഹിഷ്ണുത ഉത്തരം ശരിയാണോ? ഓപ്ഷൻ എ സഹിഷ്ണുതയാണ് ഉത്തരം ശരി. നമ്മൾ കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പാൻ, കഷ്ടതയെ അതിജീവിക്കാനാണ് വചനം. അത് സഹിഷ്ണുത കാണിച്ച് അവൻ വാഗ്ദത്തം പ്രാപിച്ചു. യോബിനെ കുറിച്ച് കഷ്ടതയിൽ സഹിഷ്ണുത കാണിച്ചതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോ 3-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ 3-ാമത്തെ ചോദ്യം, 1-ാമത്തെ റൗണ്ടിലെ 3-ാമത്തെ ചോദ്യം. പ്രാർത്ഥിക്കുമ്പോൾ ജൽപ്പനം ചെയ്യുന്നത് ആര്? ഓപ്ഷൻ എ ശിഷ്യന്മാർ, ഓപ്ഷൻ ബി ജാതികൾ, ഓപ്ഷൻ സി കപടഭക്തിക്കാർ, ഓപ്ഷൻ ഡി പരീശന്മാർ. യേശു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾ അവർ ചെയ്യുന്നത് പോലെ ജൽപ്പനം ചെയ്യരുത്. ഓപ്ഷൻ ബി ജാതികൾ. ഓപ്ഷൻ ബി ജാതികൾ ഉത്തരം ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി ജാതികൾ ഉത്തരം ഉറപ്പിക്കാം. ഈ ജൽപ്പനം എന്നൊക്കെ പറയുമ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചു വരുന്ന ഒരു വാക്കുണ്ടല്ലോ. മിക്കവാറും പ്രാർത്ഥനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കർത്താവേ ഏഴയും പൊടിയും പുഴുവും ആകുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ നമുക്കറിയാം നമ്മൾ പുഴുവും പൊടിയും ഒന്നും അല്ല എന്നുള്ളൊരു അഹന്ത നമ്മുടെ അകത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്കവാറും ഒരു ജൽപ്പന പ്രാർത്ഥനയായിട്ട് തന്നെയാണ് വചനം അതിനെ വിലയിരുത്തും. നമ്മുടെ മനസ്സിന്റെ പരമാർത്ഥതയിൽ നിന്ന് വേണം പ്രാർത്ഥിക്കാൻ. ഇപ്പോ യേശു പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥന പഠിപ്പിച്ചപ്പോ പരീശൻ വളരെ അഹങ്കാരമുള്ള രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആഴ്ചയിൽ 3 വട്ടം ഉപവസിക്കുന്നുണ്ട്, കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ല. പക്ഷെ ചുങ്കക്കാരന്റെ പ്രാർത്ഥന ഒരു ജൽപ്പനമൊന്നുമല്ല. അവൻ സ്വർഗത്തേക്ക് പോലും നോക്കാൻ തുനിയാതെ അവൻ പാപിയാണെന്നുള്ള ബോധ്യത്തിൽ ദൈവസന്നിധിയിൽ മനസ്സ് തകർന്ന് നിലവിളിക്കുകയാണ്. അപ്പൊ പ്രാർത്ഥനയിൽ നമുക്ക് ആവശ്യം കോൺഫിഡൻസ് അല്ലല്ലോ. കോൺഫിഡൻസ് ഉള്ള പ്രാർത്ഥന, ദൈവത്തിൽ കോൺഫിഡൻസ് വേണം. പക്ഷെ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടത് വചനം പറയുന്നത് പോലെ ഹൃദയം നുറുങ്ങി മനസ്സ് തകർന്നിരിക്കുന്നവരെയാണ്
ദൈവം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ നിരന്തരമായിട്ട് ഉരുവിട്ട് വരുന്ന അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇപ്പം സഭയിലൊക്കെയാണ്, ഞാൻ കുറ്റം പറയില്ല, സഭയിൽ പിതാക്കന്മാരൊക്കെയാണ് പ്രാർത്ഥിച്ച് ആരംഭിക്കേണ്ടത്, അത് അനുഗ്രഹമാണ്. എങ്കിലും എല്ലാ ആഴ്ചയും അവർ മിക്കവാറും ഒരു പ്രാർത്ഥന തന്നെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കാരണം നമ്മൾ പറയുന്ന ആഹ്വാനം കൊടുക്കുന്ന വിഷയം അങ്ങനെ ആയിരിക്കും. സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. രണ്ടായിട്ട് വേർതിരിക്കണം ഇതിനെ. നമ്മൾ രഹസ്യ പ്രാർത്ഥനയും പൊതുപ്രാർത്ഥനയും. ആളുകൾ പറയാറുണ്ട്, രഹസ്യത്തിൽ പ്രാർത്ഥിക്കാത്ത ആളുകൾ പൊതുവെ വരുമ്പോൾ ഭയങ്കര ദീർഘമായിട്ട് പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് അവർക്ക് പ്രാർത്ഥന നിർത്താൻ പറ്റില്ല. പ്രാർത്ഥനയുടെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. ഏതായാലും നമുക്ക് ഈ ഉത്തരം പരിശോധിക്കാം. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി, ജാതികൾ. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി, ജാതികൾ ഉത്തരം ശരിയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ ജൽപ്പനം ചെയ്യരുത് എന്ന് കർത്താവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പ്രാർത്ഥന സംബന്ധിച്ച് മാത്രമല്ല, നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം. നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ കാണേണ്ടതിന്, നിങ്ങൾ ഭിക്ഷ എന്ന് മാത്രമല്ല ഏതൊരു സഹായം ചെയ്യുമ്പോഴും അവരെ നിർത്തി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടരുത് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഉപവസിക്കുമ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് ഞാൻ I am 40 days fasting എന്ന് ഇടുന്നതിനേക്കാളും നല്ലത് കർത്താവ് നിങ്ങൾ എണ്ണ തേച്ച് കുളിച്ച് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഉപവാസമാണെന്ന് പുറത്ത് ഒരു റിഫ്ലക്ഷൻ കാണിക്കാത്ത രീതിയിൽ അത് ചെയ്യുന്നതാണ് ദൈവവചനത്തിന് ഉത്തമം. ഏതായാലും 1ാമത്തെ റൗണ്ട് പൂർത്തീകരിച്ച് 1000 രൂപ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ നിന്ന് ഇനി മടങ്ങുമ്പോൾ ധൈര്യത്തോടെ പോകാം. ഇവിടെ വരെ വന്ന് മത്സരിച്ചതിൽ 1000 രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റില്ലെന്ന് പറയല്ലോ കേട്ടോ. മുമ്പിലേക്ക് പോകുമ്പോൾ ഏത് സമയത്തും ഉത്തരം അറിയില്ലെങ്കിൽ ആശങ്കയാണ്. ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ അവസാനിപ്പിക്കാവുന്നതാണ്. ഞാൻ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറയാം. സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതിനുള്ള അവസരമുണ്ട്. അപ്പോ ശ്രദ്ധിക്കുക. 2ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. 5ാമത്തെ ചോദ്യം, അത് പഴയ നിയമത്തിൽ നിന്ന് വേണോ പുതിയ നിയമത്തിൽ നിന്ന് വേണോ? 2ാമത്തെ റൗണ്ട് പുതിയ നിയമം. പുതിയ നിയമം. യേശുവിന്റെ ശിഷ്യന്മാരായിരുന്ന ഷീമോന്റെയും അന്ത്രയോസിന്റെയും പിതാവാര്? ഓപ്ഷൻ എ യാക്കോബ്, ഓപ്ഷൻ ബി സെബദി, ഓപ്ഷൻ സി യോഹന്നാൻ, ഓപ്ഷൻ ഡി രേഖപ്പെടുത്തിയിട്ടില്ല. ഓപ്ഷൻ ബി സെബദി. ഉത്തരം ചോദ്യം വളരെ കൃത്യം. യേശുവിന്റെ ശിഷ്യന്മാരായിരുന്ന ഷീമോന്റെ അന്ത്രയോസിന്റെയും പിതാവാര്? വളരെ ശ്രദ്ധിച്ചു വേണം. സെബദി പുത്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ചോദ്യം ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ തിരുത്തുന്നത്. വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. പത്രോസിന്റെ പിതാവ്. ഷീമോൻ എന്ന് പറയുമ്പോൾ പത്രോസ് ആണ്. പത്രോസും അന്ത്രയോസും സഹോദരങ്ങളാണ്. അവരുടെ പിതാവ് ആരാണ്? യേശു വെളിപ്പാടൊക്കെ പറയുമ്പോൾ, പത്രോസ് സഭയെക്കുറിച്ച് വെളിപ്പാടൊക്കെ പറയുമ്പോൾ യേശു തിരിച്ചെന്താണ് പത്രോസിനെ വിളിച്ചത് എന്നൊക്കെ ആലോചിച്ചാൽ ഒരുപക്ഷെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമായിരിക്കും. ചിന്തിക്കുക. ഓപ്ഷൻ ഡി രേഖപ്പെടുത്തിയിട്ടില്ല. ഓപ്ഷൻ ഡി രേഖപ്പെടുത്തിയിട്ടില്ല. ഉത്തരം ഉറപ്പിക്കുകയാണ്. സംശയങ്ങളൊന്നും തന്നെ ഇല്ല. ആലോചിച്ചു. ടൈമർ നിന്നെങ്കിലും ഒരു സാവകാശം മുമ്പിലേക്ക് തരികയാണ്. ആലോചിക്കാം, പെട്ടെന്ന് ആലോചിക്കാം. ഒരു 30 സെക്കൻഡ് സമയം കൂടെ ആലോചിക്കാൻ തരികയാണ്. ഓപ്ഷൻ ഡി രേഖപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ഡി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. ഷീമോന്റെ പത്രോസിന്റെ പിതാവിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ബറിയോനായ ഷീമോനെ ഇംഗ്ലീഷിലേക്ക് ഒന്ന് തർജ്ജമ ചെയ്ത് നോക്കണം. സൈമൺ സൺ ഓഫ് ജോൺ എന്നാണ് യേശു വിളിച്ചിരിക്കുന്നത്. ഷീമോനെ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു തിരിച്ചു പറയുന്ന മറുപടി, ബറിയോനായ ഷീമോനെ, നിനക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്ന ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. അവിടെ ആ പരിഭാഷ കൃത്യമാണ്. അപ്പോ ആ ഉത്തരം അത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ ക്വിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സംശയം തോന്നിയായിരുന്നോ ചോദ്യത്തിൽ? ചെറിയ സംശയം ഉണ്ടായിരുന്നു. ചെറിയ സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ ആ സമയം ലഭിച്ച സമയത്ത് പറയായിരുന്നു. എങ്കിലും നമ്മുടെ പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യം കൂടെ കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം.
യേശു വിളിച്ചത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യത്തിന്റെ രണ്ടാമത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ രണ്ടാം സൂചന: ഞങ്ങൾ 3 പേരിലും ഒരു പൊതുഗുണമായി സഹിഷ്ണുതയെ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. എന്തുകൊണ്ടാണ് ആലുവയിലുള്ള ഒരു സേഫ് സോൺ വിട്ടിട്ട് ഇങ്ങനെ കോഴിമലയിലേക്ക് വരാം? ഇപ്പൊ ബൈബിൾ ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ്. എന്തുകൊണ്ട് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങി വരാൻ ഒരു തീരുമാനം ഉണ്ടായി? ദൈവം പ്രത്യേക ഒരു നിയോഗം തന്നു. അങ്ങനെയാണ് ഞങ്ങൾ കോഴിമലയിലേക്ക് വന്നത്. കോഴിമലയിലേക്ക് വന്നു. ഇപ്പൊ കോഴിമലയിൽ എനിക്ക് തോന്നുന്നു അത്രത്തോളം സുവിശേഷ സ്വാതന്ത്ര്യമുള്ള ഇടമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴും ഈ അവർക്ക് ഗവൺമെന്റ് അവർക്ക് ഈ രാജാക്കന്മാരുടെ അധികാരമൊക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ചെറിയ കുഴപ്പങ്ങളുണ്ട്. കാരണം അവരുടെ ടെറിട്ടറിയിൽ കയറി വരുന്നു. അവരൊരു പ്രത്യേക സമൂഹമാണല്ലോ. കോഴിമല രാജാവ് അവരുടെ ആ കമ്മ്യൂണിറ്റി ഒരു പ്രത്യേക സമൂഹമാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള കാര്യങ്ങൾ നമുക്കുണ്ടോ? അവരും സുവിശേഷ താല്പര്യമായിട്ട് വരുന്നുണ്ടോ? കേൾക്കാൻ താല്പര്യമുണ്ട്, എന്നാലും ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ആലുവയെ സംബന്ധിച്ച് ഹൈ റേഞ്ചിലെ കാലാവസ്ഥയും മറ്റു കാര്യങ്ങളും ഒക്കെ? ഞങ്ങൾക്ക് ഇച്ചിരി ടഫാണ്. ഞങ്ങൾ അത് അഡ്ജസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ കാലാവസ്ഥയായിട്ട് നന്നായി സഹകരിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, എന്നാലും രോഗങ്ങളുണ്ട്. എന്നാലും അതിനെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ഈ നാട്ടിൻപുറത്തു നിന്നും ഹൈ റേഞ്ചിൽ ശുശ്രൂഷ ചെയ്യാൻ വരുന്ന ആളുകളെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതൊരു പുതുമയല്ല. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ കാലാവസ്ഥ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. നിങ്ങൾ പുറത്തുനിന്ന് വരുന്ന ആളുകള് ഈ കാലാവസ്ഥയെ അതിജീവിച്ച് നിൽക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഏതായാലും ഈ 5ാമത്തെ ചോദ്യത്തിന് ഞാൻ കുറച്ച് ആശങ്കപ്പെടുത്തിയെങ്കിലും ഉത്തരം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരം നമുക്ക് പരിശോധിക്കാം. ആ ഉത്തരം തെറ്റാണ്. സൈമൺ സൺ ഓഫ് ജോൺ എന്ന് യേശു കൃത്യമായി വിളിച്ചിട്ടുണ്ട്. ബറിയോനായ ഷീമോനെ എന്ന് വിളിച്ചിരിക്കുന്നത് ആ പ്രയോഗമാണ്. യോഹന്നാന്റെ മകനെ എന്നാണ് ആ പരിഭാഷ കൃത്യമായിട്ട് വരുന്നത്. അങ്ങനെ യേശു വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷീമോന്റെയും പത്രോസിന്റെയും അന്ത്രയോസിന്റെ പിതാവ് യോഹന്നാനാണ്. പെട്ടെന്നൊരു ആവേശത്തിലാണ് സെബദി പറഞ്ഞത്. അത് യാക്കോവിന്റെയും യോഹന്നാന്റെയും പിതാവാണ്. സെബദി പുത്രന്മാർ നിരന്തരം പറഞ്ഞിരിക്കുന്നുണ്ട്. അവിടെയാണ് കൃത്യമായിട്ടൊരു പിതാവിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു ആവേശത്തിൽ ആ ഉത്തരത്തിലേക്ക് എത്തും. കാരണം മുൻപുള്ള ഉത്തരങ്ങളെല്ലാം അത്ര ലളിതമായിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ 2ാം റൗണ്ട് മുതൽ വരുമ്പോൾ കുറച്ചുകൂടെ ചിന്തിച്ച് മുമ്പിലേക്ക് ഉത്തരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തേണ്ടതായിരുന്നുവെങ്കിലും വളരെ നന്നായിട്ട് മത്സരിച്ചു. പെട്ടെന്നൊരു ആശങ്ക ആ ചോദ്യത്തിൽ തോന്നും. കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ അത് ഞാൻ ആ ഉത്തരത്തിലേക്ക് ലീഡ് ചെയ്തിരുന്നു. യേശു എന്താണ് പത്രോസിനെ അഭിസംബോധന ചെയ്തിരുന്നതെന്ന് ഞാൻ ചോദിച്ചിരുന്നു. ആ സമയത്ത് കുറച്ചുകൂടെ മൈൻഡ് ഫ്രീ ആയിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ആ സീറ്റിൽ ഇരിക്കുമ്പോൾ എനിക്കറിയാം ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല, ആ സീറ്റിൽ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ടെൻഷൻ വരും. ഏതായാലും ദൈവം സഹായിക്കട്ടെ. നന്നായി മത്സരിച്ചു, നന്നായി പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഇനിയും പങ്കെടുക്കാൻ അവസരം ഉണ്ടാകട്ടെ, നന്നായി മത്സരിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്കായിട്ടുള്ള ഉത്തരത്തിന്റെ 3ാമത്തെ സൂചന ഇതാണ്. സൂചന ശ്രദ്ധിക്കുക, ഉത്തരം നൽകുക. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ അവസാന സൂചന: ഞങ്ങളുടെ കുറവുകളെ ഒക്കെ തിരുത്തി മാനസാന്തരപ്പെട്ടാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും നൽകാൻ കഴിയാത്തത്ര മഹത്തരമാണ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും പ്രതിഫലങ്ങൾ വ്യത്യസ്തവുമാണ്. നിങ്ങളുടെ ഉത്തരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സമർപ്പിക്കുക. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. അപ്പോ വീണ്ടും മറ്റൊരു മത്സരത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. ദൈവം ഏതായാലും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്ന ഡെഡിക്കേഷനെ ഞാൻ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ അഭിനന്ദിക്കുന്നു. കർത്താവ് നിങ്ങളുടെ വേലയെ വർദ്ധിപ്പിക്കട്ടെ, ധാരാളമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ഭാവങ്ങളും നേരുന്നു. നമുക്ക് ഈ ബൈബിൾ ബ്രെയിൻസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise.
ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മന്റ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടിയും. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. ബന്ധപ്പെടുക 9473722726 9400520909. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഇന്നത്തെ ഗുഡ് ന്യൂസ്, നാളത്തെ ചരിത്രം. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കേൾക്കുക, കാണുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. ബൈബിൾ ബ്രെയിൻസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആരുമാകട്ടെ, ഏത് പ്രസ്ഥാനമോ ഏത് വിശ്വാസമോ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ ഉത്തരം നൽകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, വയസ്സ്, സ്ഥലം, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം അവയെല്ലാം രേഖപ്പെടുത്തി ഞങ്ങൾക്ക് അയക്കുക. നിങ്ങൾക്കും പങ്കെടുക്കാൻ ഇതാ സുവർണാവസരം.